കാരണം ഞാൻ ഇന്ന് നേഴ്സറിയിലാണ് എൻ്റെ നേഴ്സറിയിലാണ്. ഇത് കണ്ടെങ്കിൽ മൊത്തം കുറ്റി അടുത്തുന്നുണ്ടായി എല്ലാം. ഇത് നമ്മൾ പറഞ്ഞ് ജാതിക്ക പുതുമായ വരുമ്പം വലിയ സഞ്ചിയിലാക്കി വെക്കുന്നതാണ് ജാതിക്ക. അതുപോലെ തന്നെ കാപ്പി നേഴ്സറിയിൽ ആർക്കും വന്നാലല്ലോ ഒരിക്കൽ കൊടുക്കുവാനും നമുക്ക് സ്വന്തമായ കൃഷി ചെയ്യാനും. നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ കുറഞ്ഞ സ്ഥലമാണ്, സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല. 2 സെൻറ്റും 1 സെൻറ്റും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കൃഷി. ഇത് കണ്ടെങ്കിൽ ഇതിപ്പോൾ ചെറിയൊരു സ്ഥലം, അതിൽ ഞാൻ നേഴ്സറിയും ചെയ്യുന്നുണ്ട്, കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്ഥലം ഒരു പ്രശ്നമാക്കാറ്. എല്ലാവരും ഉള്ള സ്ഥലത്ത് എല്ലാവരും എല്ലാ കൃഷിയും ചെയ്യുക. കാപ്പി, കൊക്കോ എല്ലാ കൃഷിയും ചെയ്യുക. അതുപോലെ തന്നെ ജാതിക്ക, അങ്ങനെ തന്നെ നമ്മൾ വള്ളികൾ, കുറ്റിക്കുരുമുളക് എല്ലാം കൃഷി ചെയ്യുക. അപ്പോൾ ഞാൻ നേഴ്സറിയിലാണുള്ളത്. ഇന്ന് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയില്ല, കുറച്ച് കൈമാണ് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും കൃഷി ഇറങ്ങിയാൽ നമുക്ക് ഒക്കാണ്ടില്ല കൃഷിയിലേക്ക്. നമ്മൾ പേക്ക് ചെയ്യുന്നതാണ്. പേക്ക് ചെയ്യുന്നത് കാണിച്ചാൽ ചെറിയ പേക്ക് നമ്മൾ വലിയ പേക്കിലേക്ക് ആക്കി വെക്കുന്നതാണ്. പുതുമായ വരുമ്പോഴൊക്കെ ബലിങ്ങനെ ആക്കും. ഇതാ കുറച്ച് മണ്ണ്, ആദ്യം കുറച്ച് മണ്ണ് ഇതാ നമ്മളിങ്ങനെ പേക്കറ്റിൽ കുറച്ചെടുക്കാം. ഇതിൻ്റെ ശേഷം നമ്മൾ ചാണകപ്പൊടികൾ കുറച്ചിങ്ങനെ എടുത്തതിന് ശേഷം ഇതാ ഒരു ജാതിക്കൻ്റെ തൈ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് പൊളിച്ച് വരിക. ഇതാ ഇതിൻ്റെ ഇവിടെ അങ്ങ് വെക്കുക. ഇതാ ഇതിന് ശേഷം കുറച്ച് മണ്ണ് ഇതാ ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഇട്ടിട്ട് ഇതാ ഒരു ചെറുങ്ങനെ ഇങ്ങനെ ആക്കുക. ഇതാ ഇങ്ങനെ ഇതേമാണ്. ഇതെല്ലാം ടൈറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതാ നല്ലോണം ടൈറ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. 4 പുറയുന്ന ഇങ്ങനെ ടൈറ്റ് ആക്കി ഇതാ ഇങ്ങനെ വെക്കുക. അപ്പോൾ ജാതിക്ക തൈ, അതുപോലെ തന്നെ നമ്മൾ കാപ്പി തൈയും അങ്ങനത്തെ നമ്മൾ ചെറിയ പേക്ക് വലിയ പേക്കിലേക്ക് ആക്കാണ്. അപ്പോൾ പുതുമായ പേയും നമുക്ക് ആദായങ്ങൾ ഉണ്ടാക്കുക. 3 കൊല്ലം കൊണ്ട് കാപ്പി നല്ലോണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതും ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ കൃഷി ചെയ്യുക. ഇത് പേക്കാക്കുന്നതും കൂടി കാണിച്ചോ. കാപ്പി നമ്മൾ വലിയ സഞ്ചിയിലാക്കുക. ചാണകപ്പൊടി ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈറ്റാവുന്ന ഇങ്ങനെ കവറ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കണ്ടെങ്കിൽ കവറ് പൊട്ടിച്ചിട്ട് ഇത് നമ്മൾ ചാണകപ്പൊടി ഇട്ട് വലിയ പേക്കിലേക്ക് ആക്കുക. ഇങ്ങനെയാണ് നേഴ്സറിയിൽ ഞാൻ ഉണ്ടാക്കി ഓരോന്ന് കൊടുക്കുന്നത്. ഇതാ ഈറ്റതിന് ശേഷം നമ്മൾ മണ്ണ് നല്ല ഇടുക. അപ്പോൾ ഒരു കാപ്പി നമ്മൾ വലിയ പേക്കിലേക്ക്, ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുക കാപ്പി. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കുക. കുറ്റിപ്പച്ചോള് പേക്കിലാക്കി വെച്ചാണ്ടെങ്കിൽ നിങ്ങൾ ഇത് 10-250 മെരഡ് ഉണ്ടേനും 10-150 മെരഡ് പോയി. ഇനി ഒരു 10-100 മെരഡും കൂടി ആളു. ഇത് കണ്ടെങ്കിൽ ഇതിപ്പോൾ നേഴ്സറിയിലാണ്, വീട്ടിലേനും മുറ്റത്തേനും കണക്ക് തീർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നേഴ്സറി താഴെ കണക്ക് ചെറിയൊരു നേഴ്സറിയാണിത്. ഈ ലയലാക്കി വെച്ചതാണ്. ഇതിപ്പം കൊടുക്കും ആൾക്കാർക്ക് വന്നാൽ ഓരോരുത്തർക്കും വരുന്നുണ്ട്, ഓരോരുത്തർ കൊടുക്കുക നേഴ്സറിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറ്റിക്കുരുമുളക് എല്ലാം കൃഷി ചെയ്യുക. എല്ലാം കൃഷി ചെയ്താൽ ഇപ്പം ഞാൻ ഇപ്പം 10-50 മെരഡ് കണക്ക് മീത്തൽ ഉണ്ട് ഞാൻ കൃഷി ചെയ്യുന്നത്. ആർന്ന് ഇങ്ങനെ പറിച്ച് നമ്മൾ കടയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എല്ലാം കൃഷി ചെയ്യാം. നമുക്ക് ഒരു കണ്ടുണ്ടെങ്കിൽ നമുക്ക് അതിമനോഹരമായിട്ട് നല്ലോണം കൃഷി ചെയ്ത് വരുമാനം തന്നെ നേടാം. എനിക്ക് കുറഞ്ഞ സ്ഥലമുള്ളൂ, ഞാൻ ആയിരുന്നു നല്ലോണം വരുമാനങ്ങൾ നേടുന്നുണ്ട്. കൊക്കോ കായ് കിട്ടുന്നുണ്ട്, അടക്കിടുന്നുണ്ട്, കുരുമുളക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ ജാതിയിലും നമുക്ക് വരുമാനങ്ങൾ കുരുമുളകുമ്പോൾ തന്നെ നമുക്ക് വരുമാനം 10 ചെട്ടി കുറ്റി കണ്ടങ്ങൾ അതിമനോഹരമായിട്ട് ഈ വന്നിപ്പം പാർശ്വധാനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആദ്യം പൊട്ടി തേക്കുന്നുണ്ടെങ്കിൽ കണ്ടങ്ങൾ ആദ്യം കായ് വലം പൊട്ടി തേക്കുന്നുണ്ട്. നല്ല കായ് ആദ്യം ഉണ്ടാകുന്ന 3 പ്രാവശ്യം ഉണ്ടാകും കൊല്ലത്തിൽ. ഈ മലെല്ലാം നിറച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറ്റി അടുത്തും തൈ കേട്ടോ നല്ല ഇനം. ഇതിപ്പോൾ പുതുമായ പെയ്യുമ്പോൾ നല്ലോണം കുറ്റി അടുത്തും തൈയാണ്. ഇത് നിങ്ങൾ കൃഷി ചെയ്താൽ 3-4 കൊല്ലം കൊണ്ട് നല്ലോണം കുറ്റി അടുത്തും തൈന്ന് നല്ല വരുമാനങ്ങൾ ഉണ്ടാക്കാം നമുക്ക്. ഇത് വെച്ചാൽ ഒത്ത കുണ്ടും കുഴിച്ചിട്ട് ശേഷം ചാണകപ്പൊടി ഇട്ടിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ 3-4 കൊല്ലം കൊണ്ട് നല്ലോണം കായ് ഫലം തരുന്ന തെങ്ങും തൈയാണ്. നമ്മൾ തന്നെ തെങ്ങ് കരിയിട്ട് കൊണ്ടാക്കുന്നതാണ്. നല്ല ഇനം തേങ്ങ കളിച്ചുണ്ടെങ്കിൽ ഇതാ നല്ല ഇതാ എല്ലാം കാണിച്ചിട്ട് മൊത്തം ഇതാ. അപ്പോൾ ഇത് നമ്മൾ കൃഷി ചെയ്യാം. അപ്പം വള്ളി കുരുമുളകും കൃഷി നമ്മൾ ഇത് ഇതാ പന്നിയൂരൊന്നിൻ്റെ വള്ളിത്തിലാണ്. കരിമുണ്ട പന്നിയൂരൊന്ന് വള്ളിത്തില പുതുമായ വേമണൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതും നമ്മൾ കൃഷി ചെയ്യുക. 5 സെൻറ്റ് 4 സെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിമനോഹരമായി 10-25 വള്ളികളിട്ട് സീമക്കൊഞ്ഞ മുരിക്കും കായൽ എല്ലാത്തുമ്മിലിട്ട് പറ്റിയാൽ 1.5 കൊല്ലം കൊണ്ട് കായ് ഫലം കിട്ടുന്ന സാധനമാണ് പന്നിയൂരൊന്ന്. അതുപോലെ കരിമുണ്ട ഇതൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും കല്യാണം കൃഷി ചെയ്താലും നമുക്ക് ഒക്കാണ്ടില്ല. അപ്പോൾ എല്ലാവരും 1.5 മണിക്കൂർ കൃഷി ചെയ്ത് 1 സെൻറ്റിൽ ഒരിക്കലും നല്ലോണം കൃഷി ചെയ്യുക. ബാധക്കല്ല മിറ്റത്തുമല്ല നമ്മൾ മിറ്റത്തിൻ്റെ അപ്പുറം ഒരു കണ്ടയല്ലേ ഉണ്ടെങ്കിൽ 4-5 സെൻറ്റിലുള്ള പുരയും 4 പുരയുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കൃഷിത്തോട്ടമാക്കിയിട്ട് തന്നെ നല്ലോണം മുന്നേറ്റം നടത്തുക. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് എല്ലാം നല്ലോണം മുന്നേറ്റം നടത്തുക. ഓക്കെ.